ദത്തൻ ധന്യയുടെ മുഖം ബലമായി പിടിച്ചുയർത്തി അവന്റെ മുഖത്തിന് നേരെ കൊണ്ടുവന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിനക്ക് വിഷമം തോന്നുന്നില്ലേ എന്നോട്? വെറുപ്പ് തോന്നുന്നില്ലേ? അവനത് പറഞ്ഞപ്പോഴേക്കും അവൾ അവന്റെ വാ പൊത്തിപ്പിടിച്ചിരുന്നു. വിഷമം തോന്നിയിരുന്നു ഒരുപാട്. പക്ഷേ ഇപ്പോഴില്ല. അച്ഛൻ എന്ന് പറയാൻ പോലും ദേഷ്യം തോന്നുന്നു എനിക്ക്. ആ മനുഷ്യനെ അച്ഛൻ എന്ന് വിളിച്ചതിൽ അറപ്പും വെറുപ്പും തോന്നുന്നു. ഒന്നിലും ഇനി ഞാൻ ഒരിക്കലും നിങ്ങളെ തടയില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ വേണം. അതിന് ആരായാലും, ധന്യ ഉറപ്പോടെ പറഞ്ഞു. ദത്തന്റെ കണ്ണുകളിൽ അവളോടുള്ള സ്നേഹം നിറഞ്ഞു. ഇനി ഇങ്ങനെയൊന്നും ചോദിക്കല്ലേ, അവൾ വിഷമത്തോടെ പറഞ്ഞു. എങ്ങനെ? ദത്തൻ കള്ളച്ചിരി ചിരിച്ചു. വെറുപ്പാണോന്ന്? എനിക്ക് ഒത്തിരി ഇഷ്ടാ. അങ്ങനെ ചോദിക്കുമ്പോൾ നെഞ്ചിൽ കത്തി കുത്തിയിറക്കും പോലെ തോന്നുക. ഈ സ്നേഹം കിട്ടാൻ ഞാൻ എന്തോരം കൊതിച്ചിട്ടുണ്ടെന്ന് അറിയോ? അറിയാം. ദത്തൻ അവളുടെ ചുണ്ടുകളിൽ പതിയെ ഒന്ന് മുത്തിമാറി. ധന്യ പെട്ടെന്ന് ഒന്ന് പകച്ചു. എന്താ നടന്നതെന്ന് മനസ്സിലാക്കാൻ അവൾക്കൊരു നിമിഷം വേണ്ടി വന്നു. അവൾ കണ്ണുമിഴിച്ച് അവനെ നോക്കി. അവന്റെ ചുണ്ടുകളിൽ അപ്പോഴും അതേ പുഞ്ചിരിയാണ്. എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? ഇഷ്ടപ്പെട്ടില്ലേ? അവൾ വേഗം ഇല്ലെന്ന് തലയനക്കി. ആഹാ, എന്നാ എന്റെ മടിയിൽ നിന്ന് ഇറങ്ങടി മറതേ. അവൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ധന്യ വേഗം അവനെ 2 കൈകളും കൊണ്ട് ചുറ്റിപ്പിടിച്ചു. ഇഷ്ടായി. അവന്റെ കാതോരം അവൾ മെല്ലെ മൊഴിഞ്ഞു. ചെവിയിൽ തട്ടുന്ന അവളുടെ ചൂട് ശ്വാസത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ദത്തൻ ആയാസപ്പെട്ട് വരുതിയിലാക്കി. എന്റെ പെണ്ണെ, നീ ഇങ്ങനെയൊന്നും ഇരിക്കല്ലേ, എന്റെ കൺട്രോൾ പോവും. സമയം ഒത്തിരിയായി, വാ നമുക്ക് കിടക്കാം. ദത്തൻ അവളെ അതേപടി കൈകളിൽ കോരിയെടുത്തുകൊണ്ട് എഴുന്നേറ്റു. ധന്യയുടെ മുഖം നാണത്താൽ ചുവന്നു. അവളുമായി റൂമിലേക്ക് കയറി ബെഡിലേക്ക് അവളെ കിടത്തി. അവൾക്കരികിലേക്ക് ചേർന്ന് അവനും കിടന്നു. അവന്റെ നെഞ്ചിലേക്ക് അവളെ കയറ്റി കിടത്തി പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് രണ്ടാളും നിദ്രയിലേക്ക് വഴുതി വീണു. അപ്പോഴും രണ്ടുപേരുടെയും ചുണ്ടുകളിൽ മനോഹരമായ പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. രാവിലെ ധന്യ ഉണരുമ്പോൾ ദത്തൻ ബെഡിലുണ്ടായിരുന്നില്ല. അവൾ കണ്ണുകൾ കൊണ്ട് ചുറ്റും അവനായി തിരഞ്ഞു. പക്ഷേ അവിടെയൊന്നും അവനുണ്ടായിരുന്നില്ല. അപ്പോഴാണ് വാഷ്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കുന്നത്. അതിൽ നിന്നും ദത്തൻ അവിടെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ മൂരി നിവർന്ന് ബെഡിൽ എണീറ്റിരുന്നപ്പോഴേക്കും ദത്തൻ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി അവൾക്കടുത്തേക്ക് വന്നു. നനഞ്ഞ മുടി ഒരു കൈകൊണ്ട് തോർത്തി അവൻ അവൾക്കടുത്ത് ബെഡിലിരുന്നു. ഗുഡ് മോർണിംഗ്, ഒരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ ടവൽ അവളുടെ തോളിലേക്ക് ഇട്ടുകൊടുത്തു. വേഗം പോയി ഫ്രഷ് ആയി വാ, നമുക്ക് ഒരിടം വരെ പോണം. അവളുടെ മൂക്കിലൊന്ന് തട്ടി പറഞ്ഞുകൊണ്ട് അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കബോർഡിനടുത്തേക്ക് നടന്നു. ധന്യയുടെ അനക്കമൊന്നും കേൾക്കുന്നില്ലെന്ന് തോന്നിയപ്പോൾ അവൻ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവൻ കൊടുത്ത ടവലും കയ്യിൽ പിടിച്ചുകൊണ്ട് ബെഡിൽ തന്നെ ഒരേ ഇരിപ്പാണ് ധന്യ. അവൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവളുടെ കണ്ണുകൾ രണ്ടും മുഖത്തല്ല എന്ന് മനസ്സിലായതും അവന്റെ ചുണ്ടിൽ കള്ളച്ചിരി വിരിഞ്ഞു. ഷർട്ട്ലെസ്സായി നിൽക്കുന്ന അവന്റെ വിരിഞ്ഞ നെഞ്ചിലേക്ക് തന്നെ നോക്കി വെള്ളമിറക്കിയിരിക്കുകയാണ് ധന്യ. കുളി കഴിഞ്ഞിറങ്ങിയതുകൊണ്ട് തന്നെ അവന്റെ ശരീരത്തിൽ അങ്ങങ്ങായി വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അവന്റെ വെളുത്ത ശരീരത്തിൽ ആ വെള്ളത്തുള്ളികൾക്ക് കൂടുതൽ അഴകുള്ളതുപോലെ തോന്നി ധന്യയ്ക്ക്. വർക്കൗട്ട് ചെയ്ത് ഫിറ്റാക്കി വെച്ചിരിക്കുന്ന അവന്റെ ബോഡി സ്ട്രക്ചറിലേക്ക് തന്നെ അവൾ കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നു. മുഖത്തേക്ക് എന്തോ വീഴും പോലെ തോന്നിയതും ധന്യ ഒരു ഞെട്ടലോടെ അവനിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ചു. അവൾ തലയുയർത്തി നോക്കി. അവളുടെ തൊട്ടരികിൽ ബെഡിൽ മുട്ടുകുത്തി നിന്ന് അവളുടെ മുഖത്തിന് നേരെ കുനിഞ്ഞു നിൽക്കുകയാണ് ദത്തൻ. അവന്റെ മുടിയിഴകളിൽ നിന്നും ഇറ്റു വീഴുന്ന വെള്ളത്തുള്ളികൾ അവളുടെ കവളിലേക്ക് വീണൊഴുകി അവളുടെ കഴുത്തിടുക്കിലേക്ക് മറയുന്നു. കഴുത്തിടുക്കളിൽ നിന്നും അവ അവളുടെ ധാവണി ബ്ലൗസിന്റെ ഉള്ളിലൂടെ മാറിടുക്കിലേക്ക് മറയുന്നത് ദത്തൻ കൊതിയോടെ നോക്കി നിന്നു. അവന്റെ കണ്ണുകൾ പോകുന്നിടത്തേക്ക് നോക്കിയതും ധന്യയ്ക്ക് ശ്വാസം വിലങ്ങിയതുപോലെ തോന്നി. അവൾ പകപ്പോടെ അവനെ നോക്കി ഉമിനീർ വിഴുങ്ങി. അവളുടെ ശരീരത്തിൽ വിറയൽ അനുഭവപ്പെട്ടു. അതിന്റെ ഫലമെന്നോണം അവളുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ രൂപപ്പെട്ടു. അവളിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും അവനൊരു കുസൃതിയോടെ നോക്കി നിന്നു. നീ എന്താ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നത്? അവളിലേക്ക് ഒന്നുകൂടി അടുത്തുകൊണ്ട് അവളുടെ കാതോരം അവൻ മെല്ലെ ചോദിച്ചു. കാതിൽ പതിഞ്ഞ അവന്റെ ചൂട് നിശ്വാസത്തിൽ അവൾ പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് ബെഡ്ഷീറ്റിൽ കൈകൾ മുറുക്കി. പറ, എന്താ നോക്കിയേ? അവൻ ഒന്നുകൂടി അവളിലേക്ക് അടുത്തതും ശരീരത്തിന്റെ ബലം നഷ്ടപ്പെട്ടതുപോലെ അവൾ ബെഡിലേക്ക് വീണുപോയി. അവളുടെ ഇരുവശങ്ങളിലും കൈകൾ കുത്തി നിന്നുകൊണ്ട് അവൾക്ക് മുകളിലായി അവനും സ്ഥാനം പിടിച്ചു. തന്റെ മേൽ അമരുന്ന അവന്റെ ബലമുള്ള ശരീരം അവളിൽ മറ്റു പല വികാരങ്ങളും കൊണ്ടുവന്നു. അതിന്റെ ഫലമായി അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. പറയ് ശ്രീ, നീ എന്താ നോക്കിയത്? ഓ, ഒന്നുമില്ല. വിറയ്ക്കുന്ന സ്വരത്തിൽ അവൾ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. കണ്ണുകൾ അപ്പോഴും അവൾ മുറുകെ അടച്ചു പിടിച്ചിരുന്നു. കണ്ണ് തുറക്ക് ശ്രീ, അവളുടെ കാതിൻ തുമ്പിൽ മെല്ലെ കടിച്ചുവിട്ടുകൊണ്ട് അവൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ധന്യ ഒന്ന് പിടഞ്ഞുകൊണ്ട് അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. കണ്ണ് തുറക്ക്, അവൻ വീണ്ടും ആവശ്യപ്പെട്ടു. അവൾ പതിയെ കണ്ണുകൾ ചിമ്മി തുറന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ വെള്ളാരം കണ്ണുകൾക്ക് കൂടുതൽ തിളക്കമുള്ളതുപോലെ, അവന്റെ ചുണ്ടുകളിൽ വിരിയുന്ന കുസൃതി ചിരിക്ക് മാറ്റുകൂടിയതുപോലെ. അവന്റെ ചിരി തന്നെ സ്വയം നഷ്ടപ്പെടുത്തുന്നത് പോലെ തോന്നി അവൾക്ക്. അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ
അവൻ അവളുമായി ഒന്നുയർന്ന് അവളെ തൻ്റെ മടിയിലേക്ക് കയറ്റിയിരുത്തി. അവൾ കണ്ണുമിഴിച്ച് അവനെ തന്നെ നോക്കിയിരുന്നു. അവൻ പതിയെ അവളുടെ വലതു കൈ അവൻ്റെ കൈക്കുള്ളിലാക്കി ഉയർത്തി അവൻ്റെ നെഞ്ചിലേക്ക് കൊണ്ടുവച്ചു. അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇതല്ലേ നീയും ആഗ്രഹിച്ചത്? എൻ്റെ നെഞ്ചിൽ ഒന്ന് തൊട്ടു നോക്കാൻ നീ ആഗ്രഹിച്ചില്ലേ? അവൻ്റെ ശബ്ദം കാറ്റുപോലെ പതിഞ്ഞു. അവളുടെ കയ്യിലെ പിടി അയച്ചുകൊണ്ട് അവൻ അവൾക്ക് വിധേയനായി ഇരുന്നു കൊടുത്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. തൻ്റെ മനസ്സിൽ ഉള്ളതുപോലും ഇത്ര കൃത്യമായി അവൻ എങ്ങനെ മനസ്സിലാക്കി എന്നതിൽ അവൾക്ക് അത്ഭുതം തോന്നി. അവളുടെ കൈ അവൻ്റെ നെഞ്ചിലാകെ പരതി നടന്നു. അവനൊരു പുഞ്ചിരിയോടെ അവളെ നോക്കി അങ്ങനെ തന്നെ ഇരുന്നു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ചു വെച്ചുകൊണ്ട് അവിടെ പതിയെ ഒന്ന് മുത്തി. അവളുടെ ചുംബനം അവൻ്റെ ശരീരമൊന്ന് വിളച്ചു. എന്തോ ഓർത്തതുപോലെ അവൻ വേഗം അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി. അവൾ സംശയത്തോടെ അവനെ നോക്കി. നീ നീ പോയി ഫ്രഷായി വാ, നമുക്കൊരിടം വരെ പോകാം. അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞുകൊണ്ട് അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കബോർഡിനടുത്തേക്ക് ചെന്ന് മാറിയിടാനുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് നടന്നു. അവനെ തന്നെ കുറച്ചു നേരം നോക്കിയിരുന്നിട്ട് ധന്യ ടവലും കയ്യിലെടുത്ത് വാഷ്റൂമിലേക്ക് കയറി. അവൾ ഫ്രഷ് ആവാൻ കയറിയെന്ന് മനസ്സിലായതും ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്ന് ദത്തൻ നെഞ്ചത്ത് കൈവച്ച് ശ്വാസം വലിച്ചു വിട്ടു. ഓഹ്, കുറച്ചു നേരം കൂടി കഴിഞ്ഞതെങ്കിൽ ഞാൻ വല്ല കടുങ്കയും ചെയ്തേന്. ഈ പെണ്ണിൻ്റെ കൺട്രോൾ കളയും. ആഞ്ജനേയ സ്വാമി, എല്ലാം ഒന്ന് കരയ്ക്കടക്കുന്നത് വരെ എൻ്റെ കൈവിട്ടു പോകാതെ നോക്കിക്കോണേ. മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് റൂമിലേക്ക് ഇറങ്ങി. ധന്യ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ദത്തൻ വാൾമിററിന് മുന്നിൽ നിന്ന് മുടി സെറ്റ് ചെയ്യുകയാണ്. അവൾ അവനെ അടിമുടി ഒന്ന് നോക്കി. അവളുടെ കണ്ണുകൾ വിടർന്നു. ബ്ലാക്ക് കളർ ഷർട്ടും അതേ കരമുണ്ടുമാണ് അവൻ്റെ വേഷം. ആ വേഷത്തിൽ അവനെ കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉള്ളതുപോലെ തോന്നി അവൾക്ക്. ശ്രീ, ബെഡിലൊരു കവർ വച്ചിട്ടുണ്ട്, അതിലുള്ള ഡ്രസ്സ് ഇട്ടാൽ മതി. അവൾ അവനെ നോക്കി തലകുലുക്കി ബെഡിനരികിലേക്ക് നടന്നു. അവിടെ ഉണ്ടായിരുന്ന കവർ കയ്യിലേക്ക് എടുത്തുകൊണ്ട് ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് നടന്നു. അകത്ത് കയറി അവൾ കവർ മാറ്റി അതിനുള്ള ഡ്രസ്സ് പുറത്തേക്കെടുത്തു. ഡ്രസ്സ് കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ കൗതുകത്തോടെ അത് വിടർത്തി നോക്കി. അവൻ്റെ ഷർട്ടിൻ്റെ അതേ കളർ കരയുള്ള സെറ്റും മുണ്ടുമാണ്. അതേ കളർ ബ്ലൗസും അതിൽ തന്നെ ഉണ്ടായിരുന്നു, അതും അവളുടെ അളവിലുള്ളത്. ഈശ്വര, ഇതൊക്കെ ഈ മനുഷ്യൻ എപ്പോഴാണ് വാങ്ങിയത്? എൻ്റെ അളവൊക്കെ ഈ രാവണൻ എങ്ങനെ അറിയാം? അവൾ കണ്ണു മിഴിച്ച് അതിലേക്ക് തന്നെ നോക്കി നിന്നുപോയി. ഇറങ്ങാറായില്ലേ? പുറത്തുനിന്ന് ദത്തൻ്റെ ശബ്ദം കേട്ടതും അവൾ വേഗം ചിന്തകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് സെറ്റും മുണ്ടും എടുത്തു കൊടുത്ത് പുറത്തേക്കിറങ്ങി. പുറത്തേക്കിറങ്ങി വന്ന ധന്യയെ കണ്ട ദത്തൻ്റെ കണ്ണുകൾ വിടർന്നു. നല്ല ഭംഗിയായി ഉടുത്തിരിക്കുന്ന സെറ്റും മുണ്ടും അവൾക്ക് നന്നായി തന്നെ ചേരുന്നുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടോ? നിന്റെ ഇഷ്ടങ്ങളൊന്നും എനിക്ക് അറിയില്ല. ഇന്നലെ പോയപ്പോൾ വാങ്ങിയതാ ഇത്. കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്ക് ചേരുമെന്ന് തോന്നി. അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് വന്നു. ഇഷ്ടപ്പെട്ടു, അവൾ തിരിച്ച് മനോഹരമായ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. താഴേക്ക് പോകാനായി മുകളിലത്തെ തൻ്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് യമി. ദത്തൻ്റെ മുറിക്ക് മുന്നിൽ എത്തിയപ്പോഴാണ് ദത്തനും ധന്യയും പുറത്തേക്ക് ഇറങ്ങുന്നത്. നിങ്ങളെവിടേക്കാ? എവിടെയോ പോകാൻ എന്ന പോലെ റെഡിയായി നിൽക്കുന്ന അവരെ കണ്ട് യമി സംശയത്തോടെ ചോദിച്ചു. ഒരു സ്ഥലം വരെ പോണോ യമിക്കുട്ടാ? ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം. യമിയുടെ കവിളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ദത്തൻ ധന്യയുടെ കൈ പിടിച്ച് താഴേക്ക് നടന്നു. അവർ പോകുന്നത് നോക്കി ദത്തൻ പിടിച്ചു വെച്ച കവിളിൽ കൈയും വെച്ച് അന്തം വിട്ട് നിൽക്കുകയാണ് യമി. ചേടാ, ഇതിപ്പോ ഏട്ടന് വട്ടായതാണോ അതോ എനിക്ക് വട്ടായതാണോ? ആ, എന്തെങ്കിലും ആകട്ടെ, പുല്ല്. അവർ ഒന്നായല്ലോ, അത് തന്നെ സന്തോഷം. അതും പറഞ്ഞ് പാട്ടും പാടി താഴേക്ക് പോകാൻ നിന്നപ്പോഴാണ് ആരോ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവിടെയുള്ള ഒരു മുറിയിലേക്ക് കയറ്റിയത്. അവൾ നിലവിളിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആരോ അവളുടെ വാ പൊത്തിപ്പിടിച്ചിരുന്നു. അവൾ ശക്തിയിൽ കുതറാൻ നോക്കിയതും അയാൾ അവളെ ഭിത്തിയോട് ചേർത്ത് നിർത്തി ലോക്ക് ചെയ്തിരുന്നു. അവൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടിപ്പോയി. അവൾ അങ്ങനെ തന്നെ കുറച്ചു നേരം നിന്നുപോയി. ദേവേട്ടാ, അവൾ വിശ്വാസം വരാതെ വിളിച്ചു. നിലവിളിക്കല്ലേ പെണ്ണെ, ദേവേട്ടൻ തന്നെയാ, അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞു. അവൾ പകച്ചുകൊണ്ട് അവനെ നോക്കി. അവളുടെ ശരീരത്തിൽ തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞാണ് അവൻ്റെ നിപ്പ്. രണ്ടു വശത്തും കൈകൾ കുത്തി അവളെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ദേവേട്ടൻ എന്തായി കാണിക്കുന്നത്? മാറി നിൽക്ക്, എനിക്ക് പോണം. അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ കുതറാൻ നോക്കി. അടങ്ങി നിൽക്ക് പെണ്ണെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് നീ പൊയ്ക്കോ. ദേവൻ അതേ പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു. എന്താ ദേവേട്ടന് പറയാനുള്ളത്? ഒന്ന് വേഗം പറയ്, എനിക്ക് പോണം. അവൾ ഇഷ്ടക്കേടോടെ പറഞ്ഞു. അത് ഞാൻ പറയാൻ പോകുന്നത് നീ ഏതർത്ഥത്തിൽ എടുക്കും എന്നെനിക്കറിയില്ല. പക്ഷേ പറയാതിരിക്കാൻ ഇനിയും വയ്യ. ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി മരിച്ചു പോകും. ദേവൻ പറയുന്നതൊക്കെ കേട്ട് യമിയുടെ നെറ്റി ചുളിഞ്ഞു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിന്റെ കുറുമ്പും കുസൃതിയും എല്ലാം ഇഷ്ടമാണ്. എടുത്തോട്ടെ, ഞാൻ നിന്നെ എൻ്റെ മാത്രമായിട്ട് ഈ കുറുമ്പും കുസൃതിയും എല്ലാം എൻ്റേതാക്കിക്കോട്ടെ ഞാൻ. അവൻ പ്രതീക്ഷയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ അവനെ അമ്പരന്ന് നോക്കി നിൽക്കുകയാണ്. അവൻ എന്ത് മറുപടി കൊടുക്കും എന്നറിയാതെ അവളാകെ കുഴഞ്ഞു. നിന്റെ മറുപടി കിട്ടിയിട്ട് വേണം എനിക്ക് നിന്റെ ഇച്ചായനോടും ചേട്ടന്മാരോടും ചോദിക്കാൻ.
ഈ പൊട്ടാസിനെ എനിക്ക് തന്നേക്കാമോ എന്ന് അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. യമി മറുപടിയൊന്നും പറയാതെ അവനെ പുറകിലേക്ക് തള്ളിയിട്ട് വേഗത്തിൽ മുറിവിട്ട് പുറത്തേക്ക് പോയി. അവളുടെ ഭാഗത്തുനിന്നും ഇങ്ങനെയൊരു പ്രതികരണം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ദേവനിൽ നിരാശ പടർന്നു. താൻ പറഞ്ഞതും ചെയ്തതും തെറ്റായിപ്പോയോ എന്ന് ഓർത്ത് അവൻ്റെ നെഞ്ചു വിങ്ങി. ഇതേസമയം പുറത്തേക്ക് ഓടിയിറങ്ങിയ യമിയുടെ ചുണ്ടുകൾ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. അവന് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടതെന്ന് ഓർക്കെ അവൾക്ക് വല്ലാത്ത പരവേശം തോന്നി. അതുകൊണ്ടാണ് അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവനെ തള്ളിമാറ്റി ഓടിയത്. അവൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നെഞ്ചെടുപ്പ് കൂടുന്നത് പോലെ, നാവ് ചലിക്കാത്തതുപോലെ അവൾ അതേ പുഞ്ചിരിയോടെ വേഗത്തിൽ താഴേക്കുള്ള പടികൾ ഓടിയിറങ്ങി. ദത്തന്റെ കാർ വന്നു നിന്നത് ഒരു ദേവീക്ഷേത്രത്തിന് മുന്നിലാണ്. അത് കണ്ടതും ധന്യയുടെ കണ്ണുകൾ വിടർന്നു. അവൾ നിറകണ്ണുകളോടെ ദത്തനെ തിരിഞ്ഞു നോക്കി. ഇറങ്ങ് പറഞ്ഞുകൊണ്ട് അവൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. അവന് പുറകെ ധന്യയും. ധന്യയ്ക്ക് അരികിലേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ ക്ഷേത്രത്തിലേക്ക് കയറി. ശ്രീകോവിലിന് മുന്നിൽ തൊഴുതു നിൽക്കുമ്പോൾ ധന്യയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പൊഴിഞ്ഞു നിലത്തേക്ക് പതിച്ചു. കുറേ സങ്കടങ്ങൾ തന്നതിന് ശേഷമാണെങ്കിലും ഇപ്പോൾ തൻ്റെ പാതിയെ തനിക്ക് സ്വന്തമായി തന്നതിൽ അവൾ ദേവിയോട് മനസ്സാൽ ഒരു 100 തവണ നന്ദി പറഞ്ഞു. ഇനി ഒരിക്കലും ഒന്നിൻ്റെ പേരിലും തമ്മിൽ പിരിക്കരുത് എന്നവൾ മനമുരുകി പ്രാർത്ഥിച്ചു. നെറുകയിൽ ഒരു ചുടുസ്പർശം അറിഞ്ഞാണ് ധന്യ കണ്ണുകൾ തുറന്നു നോക്കിയത്. തനിക്ക് മുന്നിലായി നിന്ന് തൻ്റെ സീമന്തരേഖ ചുമപ്പിക്കുന്ന ദത്തനെ അവൾ പ്രണയത്തോടെ നോക്കി. അവളുടെ കണ്ണുകൾ പെയ്തുകൊണ്ടിരുന്നു. അവളുടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ അവൻ്റെ കൈയാൽ തുടച്ചു നീക്കിക്കൊണ്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഇനി സീമന്തരേഖയിൽ ചുവപ്പ് രാശി പടരാതെ നിന്നെ കാണരുത് ഞാൻ, അവൻ അധികാരത്തോടെ പറഞ്ഞു. അവൾ ഇല്ലെന്ന പോലെ തലയനക്കിക്കൊണ്ട് അവനെ വരിഞ്ഞു മുറുക്കി. വിട് പെണ്ണെ, അമ്പലമാണ്, ആളുകളൊക്കെ നോക്കുന്നു, അവൻ കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ തലയിൽ ഒരു കൊട്ടു കൊടുത്തു. അവൾ വേഗം ഞെട്ടി അവനിലെ പിടിവിട്ടു. ശരിയാണ്, അവിടെ ഉണ്ടായിരുന്ന 1-2 പേർ തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾക്ക് ചമ്മൽ തോന്നി. അവൾ അവനിലേക്ക് കൂടുതൽ ചേർന്നു നിന്നു. ചമ്മണ്ട, വാ പോകാം. ഒരിക്കൽ കൂടി ദേവീ വിഗ്രഹത്തിലേക്ക് കണ്ണുകൾ അർപ്പിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ അവളുടെ കൈയും പിടിച്ച് പുറത്തേക്കിറങ്ങി. ക്ഷേത്രം വിട്ട് പുറത്തിറങ്ങുമ്പോൾ രണ്ടുപേരുടെയും മനസ്സ് ഒരുപോലെ ശാന്തമായിരുന്നു.